നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫോളോയിങ് അണ്ടർ ഇൻഡയറക്ട് മെത്തേഡ്. അപ്പൊ നമ്മളടുത്ത ഇൻഡയറക്ട് മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇൻഡയറക്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ വി ഷുഡ് സ്റ്റാർട്ട് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് അല്ലെ. 2 വർഷത്തെ ഇൻഫർമേഷൻ തന്നിട്ടാണ് നമ്മളോട് ഈ പറയുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുമ്പുള്ളതിലൊക്കെ ഒരൊറ്റ ഇൻഫർമേഷൻ തന്നിട്ടാണ് നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്. 2 വർഷത്തെ, അതായത് പ്രീവിയസ് ഇയർലെയും കറണ്ട് ഇയർലെയും ഇൻഫർമേഷൻ തന്നിട്ടാണ് നമ്മളോട് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഷുഡ് ഫൈൻഡ് ദ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കറണ്ട് ഇയറിലെ ഇൻഫർമേഷൻ, അതായത് 65,000 രൂപ, അതിൽ നിന്നും പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷൻ ലെസ് ചെയ്യുക, അതായത് 60,000 രൂപ ലെസ് ചെയ്യുക. അപ്പൊ കറണ്ട് ഇയർ എന്ന് പറയുമ്പോൾ 2021 നിന്നും പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷൻ, അതായത് 60,000 റുപ്പീസ് 2020 ഇൻഫർമേഷൻ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയോ? അപ്പൊ നെറ്റ് പ്രോഫിറ്റ് 5,000 രൂപ എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നും നോൺ ക്യാഷ് ഐറ്റംസ്, അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഐറ്റംസ്, അതായത് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഈ 3 കാര്യങ്ങളിലെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, നമ്മൾ ഇൻഡയറക്ട് മെത്തേഡിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ we need to make 3 adjustments. One is for non-cash expenses and non-cash income. Either is for non-operating expenses and non-operating income. And the third one is for working capital changes. That is changes in current assets and current liabilities. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു കറണ്ട് അസെറ്റ് ആണ്. അടുത്തത് ബിൽസ് റിസീവബിൾ, എഗെയിൻ അതൊരു കറണ്ട് അസെറ്റ് ആണ്. ദെൻ ജനറൽ റിസർവ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജനറൽ റിസർവ് 2020 1,72,000 ആയിരുന്നു. 2021 അത് കൂടി, അത് 2,07,000 രൂപയായി. അപ്പോൾ ജനറൽ റിസർവിലേക്ക് കൂടുതൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വെറുതെ ജനറൽ റിസർവ് അല്ല, ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം എന്ത് കൂടിയിട്ടുണ്ട്? ജനറൽ റിസർവിലെ എമൗണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് എത്ര രൂപയാണ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 1,72,000 രൂപയാണ്. ഈ വർഷത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 2,07,000 രൂപയാണ്. അപ്പൊ നമുക്ക് 2,07,000 നിന്നും 1,72,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കിട്ടും. നമുക്കത് ചെയ്യുമ്പോൾ 35,000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് നമുക്ക് കിട്ടുന്നത്. അടുത്തത് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല. അപ്പൊ അതെന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ്. നമുക്കത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. വി ആർ ലയബിൾ ടു പേ, സോ ഇറ്റ് ഈസ് എ കറണ്ട് ലയബിലിറ്റി. ദെൻ സാലറീസ് പ്രീപെയ്ഡ്, കൊടുക്കേണ്ട സാലറി നമ്മൾ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞു, സോ ദാറ്റ് ഇസ് എ കറണ്ട് അസെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഗുഡ് വിൽ. വെറുതെ ഗുഡ് വില്ലിനെ തന്നിട്ടുള്ളൂ, അതെന്താ സംഭവം ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ നോക്കാം. 2020 അതായത് പ്രീവിയസ് ഇയറിൽ 70,000 രൂപയുടെ ഗുഡ് വിൽ ഉണ്ടായിരുന്നു. ഈ വർഷം 60,000 രൂപയുടെ ഗുഡ് വില്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 10,000 രൂപയുടെ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ് അർത്ഥം. സോ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. കാരണം എമൗണ്ട് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് കുറയുക ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ടാ ട്രീറ്റ് ചെയ്യുക? We are treating it as goodwill return off. So goodwill return off എത്രയാണ്? 10,000 രൂപയുടെ ഗുഡ്വിൽ ആണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. 10,000 രൂപയുടെ ഗുഡ്വിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 70,000 മൈനസ് 60,000. അപ്പൊ ഇത് മാത്രം എന്താ തിരിച്ചെടുത്തതെന്ന് വിചാരിക്കേണ്ട. ഇത് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആണ്, റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് 7,000 മൈനസ് 60,000 എന്നുള്ളത് ചെയ്തിരിക്കുക. അപ്പൊ ഇത്രയും എക്സ്പെൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എക്സ്പെൻസ് ആയതുകൊണ്ടാണ് നമ്മളത്
ഈ 70,000 മൈനസ് 60,000 എന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ 10,000 രൂപയുടെ എമൗണ്ട് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. നോൺ ക്യാഷ് ഐറ്റം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ഷുഡ് ബി ആഡഡ് ബാക്ക് ടു ദ. അപ്പൊ ഗുഡ്വിൽ റിട്ടേൺ ഓഫ് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രീവിയസ് ഇയർ മൈനസ് കറണ്ട് ഇയർ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും നമ്മൾ കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ റിട്ടേൺ ഓഫ് ആണെന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലായത്? പ്രീവിയസ് ഇയറിൽ 70,000 രൂപ ഉണ്ടായിരുന്നു, കറണ്ട് ഇയറിൽ അത് 60,000 രൂപയായിട്ട് കുറഞ്ഞു. അപ്പൊ 10,000 രൂപ കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 10,000 രൂപ കുറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 10,000 രൂപ ഗുഡ്വില്ലിന്റെ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ അത് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? We shall prepare our cash flow statement. So, cash flow from operating activities in direct method. Cash flow from operating activities in direct method. 3 column. Particulars, amount, particulars, amount. So first one is net profit before. എല്ലാ ഇൻഡയറക്ട് മെത്തേഡിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ വെച്ചിട്ട് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എമൗണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ഇയറിലെ വാല്യൂ മൈനസ് പ്രീവിയസ് ഇയറിലെ വാല്യൂ. കറണ്ട് ഇയറിലെ വാല്യൂ 65,000 മൈനസ് 60,000 ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കോളത്തിൽ 5,000 റുപ്പീസ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം? വി ഷുഡ് ആഡ് ബാക്ക് ഓൾ നോൺ ക്യാഷ് expenses and non-operating expenses. Non-cash expenses, non-operating expenses എല്ലാം നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നോൺ ക്യാഷ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. അപ്പൊ ഇതും കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് ഇയറിലെ 2,07,000 റുപ്പീസ് മൈനസ് പ്രീവിയസ് ഇയറിലെ 1,72,000 റുപ്പീസ്. അപ്പൊ എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടും. എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തേക്ക് എടുത്തു നോക്കുമ്പോൾ 30,000 രൂപ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാനുള്ള കാരണം എന്താ? അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് നമ്മളത് നെറ്റ് പ്രോഫിറ്റിലേക്ക് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നത്. അടുത്തത് ഗുഡ്വിൽ. ഗുഡ്വില്ലിന് മാത്രമേ തന്നിട്ടുള്ളൂ, പക്ഷെ നമ്മൾ മനസ്സിലാക്കി അതെന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ഗുഡ്വിൽ റിട്ടേൺ ഓഫ്. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കറണ്ട് പ്രീവിയസ് ഇയറിൽ അത് 70,000 രൂപയായിരുന്നു. കറണ്ട് ഇയറിൽ അത് 60,000 രൂപയായി. ഒന്നുകൂടെ പറയാം, പ്രീവിയസ് ഇയറിൽ അത് 70,000 രൂപയായിരുന്നു, കറണ്ട് ഇയറിൽ അത് കുറഞ്ഞു 60,000 രൂപയായി. അതായത് 10,000 രൂപയുടെ ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഈ 2 ഐറ്റംസ് ആണ് എന്തിൽ വരുന്നത്? നോൺ ക്യാഷ് എക്സ്പെൻസസിൽ വരുന്നത്. ബാക്കിയെല്ലാം കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസുമാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്യാം. അപ്പൊ 5,000 പ്ലസ് 45,000, 5,000 പ്ലസ് 45,000 ചെയ്യുമ്പോൾ നമുക്ക് 50,000 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിലെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഈസ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് capital.
അതിൽ ആദ്യം ആഡ്, നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുക? ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്സിൽ എന്തെങ്കിലും ഡിക്രീസ് വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യും. കറണ്ട് അസറ്റ്സിൽ വല്ല ഡിക്രീസ് വന്നിട്ടുണ്ടോ? നമ്മൾ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡെറ്റേഴ്സിനെ നമ്മൾ കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. അതുപോലെ ബിൽസ് റിസീവബിളിനെ നമ്മൾ കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. സാലറീസ് പ്രീപെയ്ഡിനെയും നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഡിക്രീസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോ ഡെറ്റേഴ്സ് 85,000 ആയിരുന്നു, അത് 48,000 ആയിട്ട് കുറഞ്ഞു. ബിൽസ് റിസീവബിൾ 40,000 ആയിരുന്നു, അത് 81,000 ആയി കൂടി. സാലറീസ് പ്രീപെയ്ഡ് 8,000 ആയിരുന്നു, അത് 10,000 ആയി കൂടി. അപ്പോൾ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഒന്നിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ദാറ്റ് ഈസ് ഡെറ്റേഴ്സിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സിൽ ആദ്യത്തെ ഐറ്റം നമുക്ക് വരുന്നത് ഡെറ്റേഴ്സ് ആണ്. അപ്പൊ ഡെറ്റേഴ്സിൽ ഡിക്രീസ് എത്രയാണ് സംഭവിച്ചിരിക്കുന്നത്? ഡെറ്റേഴ്സിന്റെ ഡിക്രീസ് എത്രയായിരുന്നു? 85,000 റുപ്പീസ് ആയിരുന്നു, അത് എത്രയായിട്ട് കുറഞ്ഞു? 48,000 റുപ്പീസ് ആയിട്ട് അത് കുറഞ്ഞു. അപ്പൊ 85,000 മൈനസ് 48,000 ചെയ്യുമ്പോൾ നമുക്ക് 37,000 എന്ന ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സിൽ വരുന്നത്. പിന്നെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? വി ഷുഡ് ആഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എന്തെങ്കിലും കൂടിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. അപ്പൊ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് നോക്കാം. നമുക്ക് ആ കൂടെ ഒരൊറ്റ കറണ്ട് ലയബിലിറ്റി ഉള്ളൂ, അത് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് ഇൻക്രീസ് അല്ല ചെയ്തിരിക്കുന്നത്, ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി നമുക്ക് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ 37,000 റുപ്പീസ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ നേരത്തെ നമുക്ക് 50,000 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 50,000 രൂപയുടെ കൂടെ ഈ 37,000 രൂപയും കൂടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വരിക 87,000 റുപ്പീസ് ആണ്. ഇനി അടുത്തത് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ലെസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ലെസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലെസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്? ബിൽസ് റിസീവബിൾസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെ? ബിൽസ് റിസീവബിൾസ് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? ബിൽസ് റിസീവബിൾസ് കഴിഞ്ഞ വർഷം 40,000 ആയിരുന്നു, ഈ വർഷം അത് 81,000 ആയി. അപ്പോൾ എപ്പോഴും കൂടിയ വാല്യൂവിൽ നിന്നും കുറഞ്ഞ വാല്യൂ ലെസ് ചെയ്യാട്ടോ. അപ്പൊ 81,000 മൈനസ് 40,000. 81,000 മൈനസ് 40,000 ചെയ്യുമ്പോൾ നമുക്ക് 41,000 എന്ന് കിട്ടും. പിന്നെ നമ്മൾ അടുത്തത് ഇൻക്രീസ് ചെയ്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് സാലറീസ് പ്രീപെയ്ഡ് അല്ലെ? സാലറീസ് പ്രീപെയ്ഡ് ഡിക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. സാലറീസ് പ്രീപെയ്ഡ് ഇസ് എ കറണ്ട് അസറ്റ്. സാലറീസ് പ്രീപെയ്ഡ് ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാലറീസ് പ്രീപെയ്ഡ് നമുക്കിവിടെ എഴുതാം. സാലറി പ്രീപെയ്ഡ് എത്രയായിരുന്നു? 8,000 രൂപയായിരുന്നു, അതിപ്പോ എത്രയായി? 10,000 രൂപയായി മാറി. അപ്പോൾ ഡിഫറൻസ് വരുന്നത് 2,000 രൂപയുടെയാണ്. അപ്പൊ 10,000 മൈനസ് 8,000 നമുക്കിവിടെ 2,000 എന്ന് കിട്ടും. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് വരുന്നത് ബിൽസ് റിസീവബിൾസിന്റെ കേസിലും സാലറീസ് പ്രീപെയ്ഡിന്റെ കേസിലുമാണ്. അപ്പൊ ആ രണ്ട് ഐറ്റവും നമ്മൾ ലെസ് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ ലെസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് ഏതെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് കുറഞ്ഞിട്ടുണ്ട്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 26,000 രൂപയായിരുന്നു, മൈനസ് ഇപ്പൊ അത് 8,000 റുപ്പീസ് ആയിട്ട് കുറഞ്ഞു. അപ്പൊ 26,000 മൈനസ് 8,000. 26,000 മൈനസ് 8,000 എന്ന് പറയുമ്പോൾ 18,000 റുപ്പീസ് വരും. ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് ലെസ് ചെയ്യാനുള്ളത്. അതായത് 61,000 രൂപയാണ് നമുക്ക് ലെസ് ചെയ്യാൻ വരുന്നത്. 87,000 മൈനസ് 61,000 ചെയ്യുമ്പോൾ നമുക്ക് 26,000 റുപ്പീസ് എന്ന് കിട്ടും. ഈ 26,000 റുപ്പീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്തായിട്ട് കണക്കാക്കേണ്ടത്? ക്യാഷ് ഫ്ലോ ഫ്രം
ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് നമ്മൾ പ്രീവിയസ് ഇയർ മൈനസ് കറണ്ട്, നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ പോസിറ്റീവ് വാല്യൂ എങ്ങനെ ചെയ്താലാണ് കിട്ടുക, ആ ഒരു രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാ പ്രാവശ്യവും കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ എന്ന് ആവണം എന്ന് നിർബന്ധമില്ല. ചില കേസസിൽ അത് പ്രീവിയസ് ഇയർ മൈനസ് കറണ്ട് ഇയർ ആവും, അങ്ങനെയും ആവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോസിറ്റീവ് ഫിഗർ നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നത്, നമ്മൾ 2,07,000 മൈനസ് 1,72,000 ചെയ്യുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ഫിഗർ കിട്ടുന്നത്. അപ്പൊ നമ്മൾ അത് ആ രീതിയിൽ ചെയ്തു. അടുത്തത് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആണ്. ഇപ്പൊ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എത്ര രൂപയാണ് റൈറ്റ് ഓഫ് ചെയ്തത് എന്നുള്ള കണ്ടുപിടിക്കാൻ നമ്മൾ പ്രീവിയസ് ഇയർ മൈനസ് കറണ്ട് ഇയർ ആണ് ചെയ്തത്. അപ്പൊ എപ്പോഴും കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. There will be situations when we are calculating the amount by deducting the value from the previous year to the current year. നമ്മൾ അങ്ങനെയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ ആണ് ചെയ്തത്. അതുപോലെ ജനറൽ റിസർവും നമ്മൾ കറണ്ട് ഇയർ മൈനസ്, കാരണം ജനറൽ റിസർവിലേക്കുള്ള എമൗണ്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എമൗണ്ട് കൂടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, കറണ്ട് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയർ ലെസ് ചെയ്യാണ് ചെയ്യുക. എമൗണ്ട് കുറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ നിന്നും കറണ്ട് ഇയർ ലെസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഓർത്ത് വെക്കുക, എമൗണ്ട് കൂടുന്ന സാഹചര്യങ്ങളിൽ, എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കറണ്ട് ഇയറിൽ നിന്നും പ്രീവിയസ് ഇയർ എമൗണ്ട് ലെസ് ചെയ്യാണ് ചെയ്യുക. എന്നാൽ എമൗണ്ട് കുറയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ നിന്നും കറണ്ട് ഇയറിലെ എമൗണ്ട് ലെസ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എമൗണ്ട് കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയറിൽ നിന്നും കറണ്ട് ഇയർ നമ്മൾ ലെസ് ചെയ്തു. അതുപോലെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് കുറയാണ് ചെയ്തിരിക്കുന്നത്. സാലറീസ് പ്രീപെയ്ഡ് കുറയാണ് ചെയ്തിരിക്കുന്നത്. സാലറീസ് പ്രീപെയ്ഡ് കുറയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷനിലും എന്താണ് ചെയ്തിരിക്കുന്നത്, പ്രീവിയസ് ഇയറിൽ നിന്നും കറണ്ട് ഇയർ നമ്മൾ ലെസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എമൗണ്ട് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ കറണ്ട് ഇയർ മൈനസ് പ്രീവിയസ് ഇയർ ചെയ്യും. എമൗണ്ട് കുറയുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രീവിയസ് ഇയർ മൈനസ് കറണ്ട് ഇയർ ചെയ്യും. ഓക്കെ.